വീണ്ടെടുത്തു ശാപ ഉരുക്കിൽ നിന്നും ഞാൻ നിനയ്ക്കാത്ത നിക്ഷേപമേകി ശ്രേഷ്ഠന്മാരാൽ പന്തിയിലിരുത്തി. ഞാൻ നിനയ്ക്കാത്ത നിക്ഷേപമേകി ശ്രേഷ്ഠന്മാരാൽ പന്തിയിലിരുത്തി. തൃപ്തി വരും നേരം വരെ കാത്തിരുന്നു പിന്നെ കൈവിടാതെ. തൃപ്തി വരും നേരം വരെ കാത്തിരുന്നു പിന്നെ കൈവിടാതെ. അകലം വിട്ട് പോയിടാതെ ഒരു പടിയും കൂടെ അടുത്തിടും നീ. അകലം വിട്ട് പോയിടാതെ ഒരു പടിയും കൂടെ അടുത്തിടും നീ. ആ മാർവോട് ചേർന്നു കിടന്നു ആ ചൂടിൽ പൊതിഞ്ഞിരുന്നു. ആ മാർവോട് ചേർന്നു കിടന്നു ആ ചൂടിൽ പൊതിഞ്ഞിരുന്നു. ഇനിയുള്ള നാൾ പാഴാക്കാതെ എന്റെ അപ്പനായി വേല ചെയ്യും. ഇനിയുള്ള നാൾ പാഴാക്കാതെ എന്റെ അപ്പനായി വേല ചെയ്യും. ഇനിയുള്ള നാൾ പാഴാക്കാതെ എന്റെ അപ്പനായി വേല ചെയ്യും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധാനത്തിൽ അടച്ചാട്ടെ. ഹല്ലേലൂയ, ആമേൻ. ഒരു യാമത്തിന്റെ അവസാനവും ഒരു യാമത്തിന്റെ തുടക്കവും ദൈവസന്നിധാനത്തിനായിരിക്കാൻ ഹല്ലേലൂയ രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ അവലോടെ ആഗ്രഹത്തോടുകൂടെ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെ ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിന്റെ നിറഞ്ഞ സാന്നിധ്യം ആമേൻ ഹല്ലേലൂയ ഈ രാത്രി വേളയിൽ ആമേൻ നമ്മുടെ ഓരോ കൂടാരങ്ങൾക്കകത്തും സ്തോത്രം ആ സാന്നിധ്യത്തെ ഒന്ന് അനുഭവിക്കുവാൻ നമ്മെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. അതരമന ശംദൽക്കനാദര പ്ലാറ്റ്ഫോമിലൂടെ ആത്മാവിന്റെ വലിയ സാന്നിധ്യത്തെ അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുടെ എല്ലാവരുടെയും അധരങ്ങൾ ദൈവസന്നിധിയിൽ തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴില് ആത്മശക്തി പ്രാപിക്കേണ്ടതിന്, ദൈവകൃപ പ്രാപിക്കേണ്ടതിന്, ആത്മാവിന്റെ ആ കവിഞ്ഞൊഴുക്കൊന്ന് പ്രാപിച്ചെടുക്കേണ്ടതിന് ഒരുക്കപ്പെട്ട ഹൃദയത്തോടുകൂടെ ഹല്ലേലൂയ ഹൃദയത്തെ തുറന്നുകൊണ്ട്, ചെവിയെ തുറന്നുകൊണ്ട്, കണ്ണുകളെ തുറന്നുകൊണ്ട്, ഹല്ലേലൂയ ബുദ്ധിയെ തുറന്നുകൊണ്ട് ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് എന്ത് പറയുന്നു അത് കേൾക്കുവാൻ ദൈവ സന്നിധാനത്തിലേക്ക് നമ്മെ പൂർണ്ണമായി ഒന്ന് വിധേയപ്പെടുത്താം. കർത്താവേ, ഞങ്ങളെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുകയാണ്. അല്പസമയങ്ങൾ തിരുസന്നിധാനത്തിൽ നിന്റെ വചനവുമായി ആയിരിക്കുമ്പോൾ ആത്മാവ് ഞങ്ങളോട് ഹൃദ്യമായി ഇടപെടുന്ന രാത്രിയായി മാറട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ജനഹൃദയങ്ങളെ നന്നായി ആരായുന്ന സ്തോത്രം, ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കുഞ്ഞുങ്ങൾ ഏതവസ്ഥയിൽ, ഏത് സാഹചര്യത്തിൽ, ഏത് നിലവാരത്തിലായിരിക്കുന്നു ഈ രാത്രിയിൽ അവരിയ്ക്കുന്ന ഇടത്ത് ആത്മാവിന്റെ ഒരു ശക്തമായ ഇടപെടൽ വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏത് വിഷയത്തോടുള്ള ബന്ധത്തിൽ നീറുന്ന ഹൃദയത്തോടുകൂടെ, തകർന്ന ഹൃദയത്തോടുകൂടെ, വേദനയോടുകൂടെ ആയിരിക്കുന്നുവോ ഇന്ന് രാത്രി ഹൃദയത്തിന്റെ വിങ്ങലുകളും വേദനകളും നെടുവീർപ്പുകളും അറിയുന്ന കർത്താവിന്റെ സാന്നിധ്യം ഈ രാത്രിയിൽ നിന്റെ ജനത്തിനു വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്യുന്ന പ്രിയ സഹോദരിയെ കുടുംബമായി കർത്താവെ, അങ്ങയുടെ ദാസനെ കുടുംബമായി കർത്തൃകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങളിൽ ഒരു പ്രാവശ്യം കൂടെ സമ്പൂർണമായി സമർപ്പണം ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തിന്റെ മഹത്വത്തിന് ഈ മീറ്റിംഗ് മുഖാന്തരം
മുഖാന്തരമായി തീരുവാൻ ഇത് കേൾക്കുന്നവർക്ക് കർത്താവ് അവരുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസമായി, വിടുതലായി, രോഗസൗഖ്യമായി മാറുവാൻ ദൈവകരങ്ങളിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ഹല്ലേലൂയ. ഈ രാത്രിയിൽ വിവിധ ഇടങ്ങളിൽ നിന്ന് ഈ സൂമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവദാസിമാരോട് ചേർന്ന് കർത്താവിന്റെ തിരുനാമത്തെ ഉയർത്തുവാൻ ദൈവം തന്ന വലിയ ഭാഗ്യത്തിനായിട്ട് കർത്താവിന് ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. വളരെ വേഗത്തിൽ തിരുവചനത്തിലേക്ക് ഞാൻ ശ്രദ്ധയെ തിരിക്കുകയാണ്. അതിനാധാരമായിട്ട് ഒരു വാക്യം വായിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 17-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം ആധാരമായിട്ട് ഞാൻ വായിക്കുന്നു. അവിടെ ഇങ്ങനെ പറയുന്നു: പിന്നെ മോശ ഒരു യാഗപീഠം പണിതു, അതിന് യഹോവ നിസി, യഹോവ എന്റെ കൊടി എന്ന് പേരിട്ടു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദൈവ വചനമാണ് ഈ രാത്രിയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുവാനായിട്ട് പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധാനത്തിൽ നമുക്കായിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: പിന്നെ മോശ ഒരു യാഗപീഠം പണിതു, അതിന് യഹോവ നിസി, യഹോവ എന്റെ കൊടി എന്ന് പേരിട്ടു. ഇവിടെ മോശ പണിത ഒരു യാഗപീഠത്തെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അവിടെ ഒരു പദം ഇപ്രകാരം വായിക്കുന്നു: പിന്നെ സ്തോത്രം. അതിനു മുമ്പ് നടന്ന ഒരു സംഭവം നമുക്ക് അധ്യായത്തിന്റെ 17-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങളിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു യാഗപീഠം പണിത് ഹല്ലേലൂയ, അതിനൊരു പേരിട്ട്, യഹോവ എന്റെ കൊടി എന്ന് പറഞ്ഞൊരു പേരിടുവാൻ കാരണമായി തീർന്ന അതിന് മുൻപുള്ള ഒരു സംഭവത്തെ ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ പഠിച്ചാൽ 430 വർഷത്തെ ഹല്ലേലൂയ മഹാപീഡയിൽ നിന്ന് അവർ വിടുവിക്കപ്പെട്ട മോശ മുഖാന്തരം, മോശയുടെ നേതൃത്വത്തിൽ അവരെ വിടുവിച്ച് ദൈവത്തിന്റെ ജനത്തെ പുറപ്പെടുവിച്ച് വാഗ്ദത്ത കനാനിലേക്ക് കൊണ്ടുവരുന്ന യാത്രയുടെ മധ്യത്തിൽ രഫീദീമിൽ വെച്ച് ഉണ്ടായതായ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം ചെയ്തതായ ഒരു വലിയ വിടുതലിനെയാണ് നമുക്ക് അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത്. അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: രഫീദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ഹല്ലേലൂയ. യുദ്ധത്തിന്റെ ഒരു സാഹചര്യത്തില് ഹല്ലേലൂയ അഭിഷിക്തനായ മോശയെ പ്രാർത്ഥനയ്ക്കായി ദൈവം ഒരുക്കുന്നതായി നമുക്ക് ആ ഭാഗത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന സന്ദേശം ഇതാണ്: പ്രാർത്ഥനയുടെ കരം എവിടെ ഉയരുന്നുവോ അവിടെ എല്ലാം ദൈവത്തിന്റെ ജയമുണ്ട്. സ്തോത്രം. പ്രാർത്ഥനയുടെ ഒരു കരത്തെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മൾ ആ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അതിന്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മോശയോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നിന്റെ കയ്യിലിരിക്കുന്നത് എന്ത്? സ്തോത്രം. നിന്റെ കയ്യിലിരിക്കുന്നത് എന്ത്? അവൻ പറഞ്ഞു, ഇതൊരു വടിയാണ്. ഹല്ലേലൂയ. വടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. വനാന്തരങ്ങളിലൂടെ, മരുഭൂമിയിലൂടെ ഇത്രോവിന്റെ ആടുകളെ നയിച്ചു കൊണ്ടുവന്ന ഒരു വടിയാണ് മോശയുടെ കരങ്ങളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് നമ്മൾ ആ അധ്യായം താഴോട്ട് വായിച്ചു വരുമ്പോൾ ഇപ്രകാരം വായിക്കുന്നു: ഹല്ലേലൂയ, ആ വടിയെ പിന്നെ ദൈവത്തിന്റെ വടി എന്നാണ് അറിയപ്പെടുന്നത്. ദൈവത്തിന്റെ വടി. സ്തോത്രം. നമ്മൾ ഈ വായിച്ച അധ്യായത്തിനകത്തും ഹല്ലേലൂയ ദൈവത്തിന്റെ ദാസനായ മോശ ദൈവം പറഞ്ഞു, അമാലേക്കും സ്തോത്ര ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിന്റെ നടുവിൽ ദൈവം മോശയോട് പറഞ്ഞൊരു കാര്യമാണ്: നീ കുന്നിന്റെ മുകളിൽ ദൈവത്തിന്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുക. സ്തോത്രം. ഹല്ലേലൂയ. മോശയോട് ദൈവം പറഞ്ഞു ഒരു അതിപ്രധാനമായ ഒരു വേടാണ് ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. എവിടെ ഒരു ജയമുണ്ടോ അവിടൊക്കെ പ്രാർത്ഥനയുടെ ഒരു കരമുണ്ട്. ഇന്ന് രാത്രി ഈ സൂമിനകത്തും പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ടെന്ന് ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കുന്നു. നിശ്ചയമായി നിങ്ങളുടെ പ്രാർത്ഥന അത് വലിയൊരു ദൈവശക്തിയാൽ, ഒരു വലിയ ദൈവപ്രവൃത്തിയാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സകല വിഷയത്തിന്റെ മേലും ആത്മാവിന്റെ ശക്തമായ ഒരു ഇടപെടലാണ് ഈ ദിവസങ്ങളിൽ മാറുമെന്ന് പരിശുദ്ധ ആത്മാവ് വ്യക്തമായി ഇടപെടുന്നു. ഈ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 3 കൂട്ടരെ നമുക്ക് ഈ അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന്, അതിപ്രധാനമായ വ്യക്തി മോശയാണ്. മോശയോട് ദൈവം പറഞ്ഞത് ഈ കുന്നിന്റെ മുകളിൽ ഉയർത്തപ്പെട്ട ദൈവത്തിന്റെ
അവൻ വടിയുള്ള കരത്തെ നീ ഉയർത്തിപ്പിടിക്കണം. സ്തോത്രം. അല്ലെ, ഉയർന്നിരിക്കുന്ന ഒരു കൈ, ഉയർന്നിരിക്കുന്ന ആ കയ്യിൽ അധികാരത്തിന്റെ ഒരു വടി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കര ഉയർന്നിരുന്നത് സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ്. നമുക്ക് ആ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു. അവ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഹാലേലൂയ പ്രാർത്ഥനാ മനുഷ്യനായ മോശയുടെ കരം ഉയർന്നിരുന്നു. ഇന്ന് രാത്രി ദൈവാത്മാവ് ദൈവജനത്തോട് കൈമാറാൻ ആഗ്രഹിക്കുന്ന ഒരു ദൂതിതാണ്. ഹാലേലൂയ. വെല്ലുവിളികളുടെ നടുവിൽ, പരാജയങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ ഹാലേലൂയ പ്രാർത്ഥനയുടെ കരം ഇന്ന് രാത്രി ഉയരുമെങ്കിൽ ഹാലേലൂയ വെല്ലുവിളികളുടെ നടുവിൽ ജയം തരുന്ന ഒരു ദൈവ പ്രവൃത്തി ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് കൈമാറുകയാണ്. ഹാലേലൂയ. ഒരു ഭാഗത്ത് മോശയുടെ കരം അവന് ഉയർന്നിരിക്കുമ്പോൾ ഹാലേലൂയ മോശയുടെ കരത്തിന് ഭാരം തോന്നിയെന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. ഹാലേലൂയ മോശയുടെ കരം താങ്ങുവാൻ ഹാലേലൂയ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട രണ്ടുപേരെ നമുക്ക് അവിടെ കാണാം. അതിലൊന്ന് അഹരോനാണ്, രണ്ടാമത്തെ വ്യക്തി ഹൂരാണ്. സ്തോത്രം. ഇവർ രണ്ടുപേരും ചെയ്ത മഹത്തരമായ ഒരു ശുശ്രൂഷ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അഭിഷിക്തന്റെ ബലഹീനമായി തീരുമെന്ന് വിചാരിക്കുന്ന കരത്തെ കൈത്താങ്ങുന്ന ഒരനുഭവം ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഹാലേലൂയ ഏതൊരു പ്രാർത്ഥനയുടെ പിന്നിൽ ഒരു ഐക്യതയാണ് നമുക്ക് ആവശ്യം. ഐക്യതയോടുകൂടിയുള്ള പ്രാർത്ഥന, ഒരു മനസ്സോടുകൂടിയുള്ള പ്രാർത്ഥന, ഏക ഹൃദയത്തോടുകൂടിയുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ പിന്നിലാണ് ദൈവത്തിൻ്റെതായ പ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എഴുതിയ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകങ്ങളിൽ നാം കാണുന്നതും അപ്പോസ്തലന്മാർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു എന്നാണ്. ഹാലേലൂയ. അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഹൃദയം ഏക മനസ്സുള്ളവരായിരുന്നു, ഏക ഹൃദയമുള്ളവരായിരുന്നു. ഏക മനസ്സും ഏക ഹൃദയവുമുള്ളവരായി അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവർ ഇരുന്നിരുന്ന സ്ഥലം കുലുക്കി എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി പല സ്ഥലങ്ങളിലാണെങ്കിലും ആത്മാവിന്റെ ഐക്യതയോടുകൂടി ഏക മനസ്സോടുകൂടി അവര് മോശയ്ക്ക് കൈത്താങ്ങാൻ ഒരു അഹരോനെ പോലെ, ഒരു ഹൂരിനെ പോലെ അവ ചേർന്നു നിന്ന് വിഷയങ്ങൾക്ക് വേണ്ടി ചുമൽ കൊടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതന്റെ മുൻപിൽ ഒരു വലിയ വിഷയം പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൈവാത്മാവ് കൈമാറാനിടയാകും. രണ്ടാമത്തെ കൂട്ടരെന്ന് പറയുന്നത് കൈത്താങ്ങുന്ന വിഷയങ്ങളുടെ നടുവിൽ കൈത്താങ്ങലായി നിൽക്കുന്ന വിഷയങ്ങൾ കടന്നു വരുമ്പോൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധി നേരിടുമ്പോൾ ചേർന്ന് നിൽക്കേണ്ടവരോട് ചേർന്ന് നിന്നുകൊണ്ട് ചില വിഷയങ്ങളുടേതായ മറുപടി കാണേണ്ടതിന് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനാ വീരന്മാരെ ഇന്ന് രാത്രി സൂമിലൂടെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. അഹരോനെ പോലെ, ഹൂരിനെ പോലെ മോശയുടെ കരം താങ്ങുവാനിടയായി. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ഹാലേലൂയ ഐക്യതയോടുകൂടി ചേർന്ന് നിന്നുകൊണ്ട് ഒരുവന്റെ ഭാരമേറിയ വിഷയങ്ങൾ കാണുമ്പോൾ ഹാലേലൂയ അതിനെ കൈത്താങ്ങലായി നിന്നുകൊണ്ട് പോരാടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവാത്മാവ് ഇങ്ങനെ ഒരു ദൂത് പറയുന്നു. ഹാലേലൂയ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനം ഒരു ഭാഗത്ത് അവരുടെ കരങ്ങൾ, പ്രാർത്ഥനയുടെ കരങ്ങൾ ഉയർന്നിരിക്കുമ്പോൾ ഒരുവന്റെ പ്രാർത്ഥനയുടെ കരമുയർന്നു. എന്നാൽ ഹാലേലൂയ മറ്റു രണ്ട് വ്യക്തികൾ ഉയർന്നിരുന്ന കരത്തെ താങ്ങുകയാണ്. നോക്കണേ, സ്തോത്രം. ശുശ്രൂഷ എന്ന് പറയുന്നത് ഹാലേലൂയ എപ്പോഴും ഒരു ഐക്യതയാണ്. ഹാലേലൂയ പ്രാർത്ഥന എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഐക്യതയിലാണ്. ഹാലേലൂയ രണ്ടുപേർ ഒന്നിച്ചു പ്രാർത്ഥിക്കുമ്പോഴും സ്തോത്രം ഐക്യതയുടെ ആത്മാവിലാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി ആ പ്രാർത്ഥനയുടെ പിന്നിൽ ഒരു വലിയ വിജയമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമുക്കറിയാം, കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിലായിരുന്ന പൗലോസിന്റെയും ശീലാസിന്റെയും സ്തോത്രം കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവരാൽ അവരകത്തെ തടവിലാക്കപ്പെട്ടിരിക്കുമ്പോൾ അർദ്ധരാത്രിയുടെ യാമങ്ങളിൽ അവർ പാടി സ്തുതിക്കുവാനിടയായി. നോക്കണേ, പൗലോസും ശീലാസും അവർ പാടി സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകി മാറുവാനിടയായി. ഹാലേലൂയ വാതിലുകൾ അവർക്ക് മുൻപിൽ തുറക്കപ്പെടുവാനിടയായി, ചങ്ങലകൾ അഴിയപ്പെടുവാനിടയായി. ഹാലേലൂയ തടവുകാർക്ക് വിടുതലായി. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതിനകത്ത് ആത്മഭാരത്തോടുകൂടി ഐക്യതയോടുകൂടി ഒരുവന്റെ വിഷയം കാണുമ്പോൾ ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുവാൻ മനസ്സുള്ള പ്രിയപ്പെട്ടവരോട് ഇന്ന് രാത്രി ഞാൻ ഈ സന്ദേശം കൈമാറുകയാ. നിങ്ങളുടെ പ്രാർത്ഥന ചില വാതിലുകളെ തുറക്കുന്നതായി മാറാൻ പോകുകയാ, ചില ചങ്ങലകളെ അഴിക്കുന്നതായി മാറാൻ പോകുകയാ, ചില കാരാഗ്രഹ ബന്ധനങ്ങളെ
തകർക്കുന്നതായി മാറാൻ പോകുക. അതരവന് ഒരിക്കലും പ്രതീക്ഷയില്ലാത്തതായ ചില ദൈവ പ്രവർത്തികൾ നിങ്ങളുടെ മുൻപിൽ സ്വർഗത്തിലെ ദൈവം കൈമാറാനായിട്ട് ആഗ്രഹിക്കുകയോ. വെല്ലുവിളിയുടെ നടുവിൽ നിൽക്കുന്ന ഏത് വിഷയമാകട്ടെ, ഏത് പ്രശ്നവുമാകട്ടെ, ഇന്ന് രാത്രി ആത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. ഒരു മോശയുടെ കരവിയർന്നിരുന്നത് പോലെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ കരവിൽ ഇന്ന് രാത്രി ഒന്ന് ഉയരട്ടെ. അത് കൈത്താങ്ങാനെ നിനക്ക് കഴിവുണ്ടെങ്കിൽ, ചേർന്ന് നിന്നൊന്ന് സ്തോത്രം പറയാനേ കഴിയുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി വിശ്വസ്തയോട് അത് ചെയ്യാൻ തുടങ്ങിയാൽ ഇന്ന് രാത്രി ദൈവമേ ആ പ്രാർത്ഥനയുടെ മുൻപിൽ ഒരു വലിയ വിജയത്തെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കയ്യിലേക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്നു. അവൻ കുന്നിന്റെ മകളിൽ ഉയർത്തപ്പെട്ട കരവുമായി ഒരു മോശം നിൽക്കുമ്പോൾ അവൻ കരം ക്ഷീണിക്കാതിരിക്കാൻ ഇരുവശങ്ങളിൽ കൈത്താങ്ങലായി നിന്ന് ഒരകരവരും പോലും നോക്കണേ. 3 പേർ ചേർന്നുകൊണ്ട് ഹല്ലേലൂയ അവര് വലിയ പോരാട്ടം സൂര്യൻ അസ്തമിക്കുന്നത് വരെ 1 മണിക്കൂറല്ല, 2 മണിക്കൂറല്ല, ദീർഘമണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ഒരേ വിഷയത്തിനു വേണ്ടി അവൻ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ പോർക്കളത്തിനകത്ത് യുദ്ധക്കളത്തിനകത്ത് യോശുവ, നമുക്കറിയാം യോശുവ മാത്രമല്ല, ഇസ്രായേൽ പുരുഷന്മാർ, ഇസ്രായേൽ സന്തതികളിലുള്ള പുരുഷ പ്രജ മുഴുവൻ യുദ്ധക്കളത്തിനകത്താണ്. ഹല്ലേലൂയ. അവരൊരു ഭാഗത്ത് പ്രാർത്ഥന ഉയർന്നപ്പോൾ മറു സൈഡില് ദൈവത്തിൻ്റെതായ ചില പ്രവർത്തികൾ നമുക്ക് അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ എങ്ങനെ വായിക്കുന്നു, മോശയുടെ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ശക്തികൾ ജയിക്കും. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ കര ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേലിന് ജയമായിരുന്നു. എന്നാൽ പ്രാർത്ഥനയുടെ കരം എപ്പോഴൊക്കെ താണുവോ അപ്പോഴൊക്കെ ഇസ്രായേൽ ജനം പരാജയപ്പെട്ടതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. ഇന്ന് രാത്രി തോൽവിയുടെ വക്കിൽ നിൽക്കുന്ന, പരാജയത്തിന്റെ വക്കിൽ നിൽക്കുന്ന ചില ജീവിതങ്ങളെ നോക്കിക്കൊണ്ട് ഇന്ന് രാത്രി ആത്മാവ് ദൂത് കൈമാറുന്നു. പ്രാർത്ഥിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ നിന്റെ തോൽവിയെ ജയമാക്കി മാറ്റുന്ന ഒരു ദൈവ പ്രവൃത്തി പാളയത്തിനകത്ത് വെളിപ്പെടാൻ പോകുക. നിന്റെ തലമുറകളുടെ മേൽ വെളിപ്പെടാൻ പോകുക. യുദ്ധമുഖത്ത് നിൽക്കുന്നതായ നിന്റെ സന്തതികൾ അതരവനങ്ങനെ പോർക്കളത്തിൽ പട്ടുപോകത്തക്ക വിധത്തിൽ ശത്രു വെല്ലുവിളിക്കുമ്പോൾ ഇന്ന് രാത്രി ആത്മാവ് ഇടപെടുകയാണ്. പ്രാർത്ഥനയുടെ കര ഉയർന്നിരിക്കുന്നിടത്തോളം കാലം ശത്രുവിനെ നിന്നെ ജയിപ്പാൻ കഴിയുകയില്ല. നിന്റെ കുടുംബത്തെ ജയിപ്പാൻ കഴിയുകയില്ല. നിന്റെ തലമുറയെ ജയിപ്പാൻ കഴിയുകയില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, പരാജയത്തിന്റെ കൊടികൾ ഉയരേണ്ടത് ഇന്ന് രാത്രി ജയത്തിന്റെ കൊടി ഉയരത്തക്ക നിലകളിൽ ചില ദൈവത്തിന്റെ മഹത്വത്തെ അവന്റെ വിഷയങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കൈമാറാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. പോർക്കളത്തിനകത്ത് ഇറങ്ങി നിൽക്കുന്ന യോശുവ ഉൾപ്പെടെ പുരുഷ സന്തതികൾ മുഴുവനും നമ്മൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഹല്ലേലൂയ. യോശുവ അമാലേക്കിനെയും അവന്റെ ജനത്തെയും വാളിന്റെ വായ്ത്തലയാൽ തോൽപ്പിക്കാനിടയായി. ഇന്ന് രാത്രി ശത്രു പരാജയപ്പെടത്തക്ക നിലകളിൽ, ശത്രുവിന്റെ തന്ത്രങ്ങൾ പരാജയപ്പെടത്തക്ക നിലകളിൽ, ശത്രുവിന്റെ ആയുധങ്ങൾ പരാജയപ്പെടത്തക്ക നിലകളിൽ ജയത്തിന്റെ കൊടി ഉയരത്തക്ക നിലകളിൽ പിന്നെ പ്രാർത്ഥനയുടെ ശക്തി ആഴം ഇന്ന് പകലൊന്ന് വർദ്ധിപ്പിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പിശാച് വെല്ലുവിളിക്കുന്നത് നിന്നെ പരാജയപ്പെടുത്തുമെന്ന, നിന്റെ കുടുംബത്തെ പരാജയപ്പെടുത്തുമെന്ന, നിന്റെ തലമുറയെ പരാജയപ്പെടുത്തുമെന്ന, നിന്റെ തലമുറയുടെ ഭാവിയെ പരാജയപ്പെടുത്തുമെന്ന, നിന്റെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുമെന്ന പല നിലകളിൽ ശത്രു നിന്റെ കാലുകളിൽ വെല്ലുവിളികൾ ഉയർത്തുമ്പോൾ ഇന്ന് രാത്രി ഒരു കൂട്ടം ജനം അവിടെ കാണുന്നില്ല. ഒരു വ്യക്തി കരം ഉയർത്താൻ തയ്യാറായപ്പോൾ പാളയത്തിനകത്ത് ദൈവം തന്റെ ജയം തൊടുത്തുവിടാനിടയായി. ശത്രുവിന്റെ നേരെ ഞാൻ പറയട്ടെ, ശത്രുവിന്റെ ആയുധം അവന്റെ ബലമാണ്. ഹല്ലേലൂയ. ശത്രുവിന്റെ ബലം എന്ന് പറയുന്നത് അവന്റെ ആയുധത്തിലാണ്. എന്നാൽ ഇന്ന് രാത്രി അവന്റെ ആയുധത്തെ, ശത്രുവിന്റെ ആയുധത്തെ തകർത്ത് കളയത്തക്ക നിലകളിൽ ഒരു ദൈവിക പ്രവൃത്തി ഇന്ന് രാത്രി വചനത്തിലൂടെ ആത്മാവ് കൈമാറുകയാണ്. ഹല്ലേലൂയ. ഒരു ഭാഗത്ത് ജയം ഉയർന്നപ്പോൾ ഒരു ഭാഗത്ത് ജയത്തിന്റെ ആരവാനവും പാളയത്തിനകത്ത് മുഴങ്ങുവാനിടയായി. അമാലിക ശക്തികൾ പ്രാർത്ഥനയുടെ ശക്തിയാൽ, അതരവൻ ഐക്യതയുടെ ശക്തിയാൽ, അതരവനകളുടെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ ഒരുവന്റെ പ്രാർത്ഥന സൂര്യൻ അസ്തമിക്കുന്നത് വരെ ആയിരുന്നു. സൂര്യൻ അസ്തമിക്കുന്ന
പ്രാപിക്കുന്നത് വരെ, ആമേ ജയം കാണുന്നത് വരെ, ചില വിഷയങ്ങളുടെ നടുവിൽ അപ്രകാരമാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. ചില വിഷയങ്ങളുടെ പരിഹാരം കാണുവോളും, ചില വിഷയങ്ങളുടെ വിടുതൽ കാണുവോളും, ചില വിഷയങ്ങളുടെ മറുപടികൾ കാണുവോളും ഇന്ന് രാത്രി ചലഞ്ചാൻ ചിലർ ഏറ്റെടുക്കാൻ എത്ര പേർ ഇന്ന് രാത്രി തയ്യാറുണ്ട്? ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥന ഒരിക്കലും നഷ്ടമാകത്തില്ല. പിന്നെയോ അതിന്റെ പിന്നിൽ ഒരു ദൈവ മഹത്വത്തെ പരിശുദ്ധാത്മാവ് നിങ്ങളെ കണ്ടുകൊണ്ട് കാണത്തക്ക നിലകളിൽ ഇവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്. പിന്നെ മോശ എന്ന് പറഞ്ഞ ജയം ലഭിച്ചു കഴിഞ്ഞപ്പോൾ, ശത്രു പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോൾ, ശത്രുവിന്റെ തന്ത്രങ്ങൾ പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോൾ, ശത്രുവിന്റെ പ്ലാനുകൾ പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ജയത്തിന്റെ ഒരു കൊടി അവൻ യഹോവ നിസി എന്ന് പറഞ്ഞ് അവിടെ വായിച്ചത് ഇങ്ങനെയാണ്. അവൻ മോശ ഒരു യാഗപീഠം പണിയുകയാണ്. ആ യാഗപീഠത്തിന്റെ പേര് യഹോവ അവൻ നിസി. യഹോവ എന്റെ കൊടിയാണ്, യഹോവ എന്റെ കൊടിയാണ്. അവൻ പരാജയത്തിന്റെ പാട്ട് നിന്റെ കുടുംബത്തിനകത്ത് ശത്രു പാടിക്കുമെന്ന് വെല്ലുവിളിക്കുമ്പോൾ, ഇന്ന് പകൽ ആരാധനയ്ക്ക് വില കൊടുക്കുന്ന, അവൻ ആരാധനയ്ക്ക് വില കൊടുക്കുന്ന, യാഗത്തിന് വില കൊടുക്കുന്ന ദൈവവൈദ്യലേ, നിന്റെ യാഗപീഠത്തിനകത്ത് ദൈവത്തിന്റെ ചില പ്രവർത്തികൾ വെളിപ്പെട്ട് പരാജയമല്ല ജയമെന്ന് പറയത്തക്ക നിലകളിൽ ജീവിതത്തിന്റെ സ്ഥിതികൾക്ക് ഒരു വലിയ മാറ്റം വരുത്തുവാൻ ഇന്ന് രാത്രി പരിശുദ്ധിയാത്മാവ് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ ജയത്തിന്റെ ഒരു യാഗപീഠമാണ് അവിടെ ഉയരുവാനിടയായത്. ഇന്ന് രാത്രി ദൈവാത്മാവ് ഇപ്രകാരം പറയുന്നു, പ്രാർത്ഥിക്കുന്നവൻ അവൻ ഉയർത്തുന്ന യാഗപീഠം പരാജയത്തിന്റെ യാഗപീഠമല്ല, ജയത്തിന്റെ യാഗപീഠമാണ്, ജയത്തിന്റെ യാഗപീഠമാണ്. നമ്മൾ അനേക യാഗപീഠങ്ങളെ വചനത്തിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 22-ാമത്തെ അധ്യായത്തിനകത്ത് ഒരു യാഗപീഠം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മോറിയ ദേശത്ത് അബ്രഹാം പണിത ഒരു യാഗപീഠം, ദൈവം കൊടുത്ത നിർദ്ദേശപ്രകാരം, ദൈവം കൊടുത്ത പ്ലാനിൽ സ്തോത്ര വചനത്തിൽ ഇങ്ങനെ പറയുന്നു, 3 ദിവസത്തെ വഴിദൂരം യാത്ര ചെയ്തുകൊണ്ട്, 3 ദിവസത്തെ വഴിദൂരം യാത്ര ചെയ്തുകൊണ്ട് മോറിയ ദേശത്ത് അവർ കടന്നു ചെല്ലുവാനിടയായി. ദൈവം പറഞ്ഞ സ്ഥലത്ത് അവൻ ദൈവത്തിന് വേണ്ടി അവന്റെ സ്വന്തം മകനെ അവൻ യാഗം കഴിക്കുവാൻ തയ്യാറായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കവിടെ ഒരു കാര്യം കാണുവാൻ കഴിയുന്നു. അനുസരണമുള്ള ഒരപ്പനെ, ദൈവത്തെ അനുസരിക്കുന്ന ഒരു അപ്പനെയും അപ്പനെ അനുസരിക്കുന്ന ഒരു മകനെയും നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നോട് ദൈവാത്മാവ് പറഞ്ഞൊരു കാര്യമാണ്, നാം ദൈവത്തെ പൂർണ്ണമായിട്ട് അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ തലമുറയും ദൈവത്തെ മാത്രമല്ല മാതാപിതാക്കന്മാരെ അനുസരിക്കുന്നവരായി ബഹുമാനിക്കുന്നവരായി ദൈവം അവരെ മാറ്റിയെടുക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് 3 ദിവസം, ഹല്ലേലൂയ, ആ ഭാഗം നമ്മൾ വായിച്ചാൽ വയോധികനായ ഒരു മനുഷ്യൻ ബഹുദൂരം യാത്ര ചെയ്ത് ദൈവം പറഞ്ഞ സ്ഥലം ദൂരമേ കാണുവാനിടയായി. ഹല്ലേലൂയ. അവൻ അവിടെ കടന്നു ചെന്നു. ഈ യാത്രയിൽ നമ്മൾ കണ്ടാൽ ഉള്ളം തകർന്നൊരു പിതാവ്, ഹല്ലേലൂയ, ദൈവം ധരിക്ക ദീർഘവർഷങ്ങൾ കാത്തിരുന്ന ദൈവം കൊടുത്തൊരു തലമുറ. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ തന്നെ നീ എനിക്ക് യാഗം കഴിക്കണം. ഹല്ലേലൂയ. ലോകപ്രകാരം മാനുഷിക നിലകളിൽ അങ്ങനെ ഒരു കാര്യം ഒരു പിതാവിനോടോ ഒരു മാതാവിനോട് പറഞ്ഞാൽ ഹല്ലേലൂയ, എത്രത്തോളം മനസ്സിനകത്ത് ഹൃദയത്തിനകത്ത് വേദന ഉണ്ടാകുമോ അതുപോലെ തന്നെ അബ്രഹാമിന്റെ ഹൃദയവും പിടഞ്ഞു കാണുമായിരിക്കും. എന്നാൽ ഹല്ലേലൂയ, അവനൊരു വിശ്വാസമുണ്ട്. ഹല്ലേലൂയ. ദൈവം തന്നത് ദൈവം തിരിച്ച് ചോദിച്ചാലും ഒരു തലമുറയല്ല, ദൈവം വിചാരിച്ചാൽ ഏക തലമുറകളെ തരാൻ ദൈവത്തിന് കഴിയും. അന്ധമായ ദൈവത്തിലുള്ള വിശ്വാസം നമുക്ക് അബ്രഹാമിലൂടെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ഹല്ലേലൂയ, വിശ്വാസത്തോടുകൂടി ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് അവർ യാത്ര ചെയ്തു. മോറിയ ദേശത്ത് സ്വന്തം ഭവനത്തിൽ യാഗം കഴിക്കാനല്ല ദൈവം പറഞ്ഞത്. ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് അവർ കടന്നുപോയി. നിർത്തേണ്ടവരെ ബാല്യക്കാരെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തി താനും ബാലനുമായി ആ യാഗപീഠത്തിന്റെ അരികിൽ മോറിയ ദേശത്ത് കടന്നു എന്ന് യാഗപീഠത്തിൽ
യാഗപീഠത്തിനകത്ത് തന്റെ മകനെ തന്നെ യാഗം കഴിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ ഭാഗങ്ങൾ നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. എന്നാൽ ഞാൻ പറയട്ടെ, ഇന്ന് രാത്രി അവിടെ നമുക്കൊരു യാഗപീഠം കാണാൻ കഴിയുന്നു. സ്വന്തം മകനെ ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ മനസ്സ് കാണിച്ചുകൊണ്ട് ഹല്ലേലൂയ, ആമേൻ ആമേൻ, ആ യാഗപീഠത്തിന്റെ മുകളിലേക്ക് തന്റെ ആ മകനെ ആമേൻ യാഗവസ്തുവായി അവൻ കിടത്തുമ്പോൾ അവൻ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അവൻ സ്വർഗം ചലിക്കുവാൻ തുടങ്ങി. അവൻ സ്വർഗം അടങ്ങിയിരുന്നില്ല. അവന്റെ പ്രവൃത്തിയിൽ ഹല്ലേലൂയ ദൈവത്തിന് പ്രസാദം തോന്നുവാനിടയായി. ഹല്ലേലൂയ, അവൻ ചെയ്ത കാര്യങ്ങൾ ദൈവത്തിന് പ്രസാദമായി തീരുവാനിടയായി. ഇന്ന് രാത്രി നിന്റെ ആരാധന, യാഗം ദൈവത്തിന് പ്രസാദകരമായി തീരട്ടെ. ഇന്ന് രാത്രി എത്ര പേര് ആമേൻ പറഞ്ഞ് ദൂരം ഏറ്റെടുക്കാൻ തയ്യാറുണ്ട്? ഹല്ലേലൂയ. ആ യാഗപീഠത്തിന് എന്റെ ഉള്ളിൽ ദൈവാത്മാ പറഞ്ഞൊരു പദമുണ്ട്, കരുതലിന്റെ യാഗപീഠം എന്ന് പറഞ്ഞാൽ കരുതലിന്റെ ഒരു യാഗപീഠമായിട്ടാണ് മോറിയ ദേശത്തെ യാഗപീഠത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. അബ്രഹാം കരുതി വെക്കാത്തത്, ഇസഹാക്ക് കരുതി വെക്കാത്ത ഒരു യാഗപീഠം അവിടെ ഉയരുവാനായിട്ട് ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം പറയുന്നത് അനുസരിക്കുവാൻ, ദൈവം പറഞ്ഞ സ്ഥലത്ത് യാഗപീഠം പണിയുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ നാം തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുന്നു. ആ യാഗത്തിലൂടെ, ആ ആരാധനയിലൂടെ നിനക്ക് വേണ്ടിയുള്ള കരുതലുകൾ, നിന്റെ തലമുറയ്ക്ക് വേണ്ടിയുള്ള കരുതലുകൾ ദൈവം വെളിപ്പെടുത്തുന്ന ദൈവമാ. ഓ അബ്രഹാമിനോട് സ്വർഗ്ഗം പറഞ്ഞു, ഹല്ലേലൂയ, യാഗത്തെ ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു. ആ യാഗപീഠം അവിടെ ക്രമീകരിക്കപ്പെടുമ്പോൾ അവൻ സ്വർഗ്ഗം അടങ്ങിയിരുന്നില്ല. അതരമനകൻ ആകാശത്ത് നിന്ന് ആമേൻ അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിക്കത്തക്ക നിലകളിൽ ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു. ആ ഭക്തന്റെ യാഗപീഠ ആരാധന, അതിന്റെ മുൻപിൽ സ്വർഗം ചലിക്കാൻ തുടങ്ങി, സ്വർഗം ചലിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി ദൈവമേ, നമ്മുടെ ഓരോ ആരാധനകളും, നമ്മുടെ ഓരോ പ്രാർത്ഥനകളും, നാം ചെയ്യുന്ന ദൈവനാമത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഇന്ന് രാത്രി ദൈവത്തിന് പ്രസാദകരമാകട്ടെ. ഹല്ലേലൂയ. സ്വർഗത്തെ ചലിപ്പിക്കുന്നതാകട്ടെ, ദൈവത്തെ ചലിപ്പിക്കുന്നതാകട്ടെ. ചടങ്ങിന്റെ ആരാധനയാകരുത്, ചടങ്ങിന്റെ പ്രാർത്ഥനയാകരുത്. പിന്നെയോ എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥനകൾ സ്വർഗത്തെ ചലിപ്പിക്കുന്നതാകട്ടെ. സഡൻലി ചില പ്രവൃത്തികൾ പരിശുദ്ധാത്മാവ് അവിടെ ചെയ്തെടുക്കാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നീ പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്താൽ ഒരുക്കപ്പെട്ട ഒരു കരുതൽ നമുക്ക് ആ ഭാഗത്ത് വായിക്കാൻ കഴിയുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, അതരമനകളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വില കൊടുത്തുകൊണ്ടിരിക്കുന്ന, ആരാധനയ്ക്ക് വേണ്ടി വില കൊടുത്ത, ദൈവ പ്രമാണത്തിന് വേണ്ടി വില കൊടുത്ത, ദൈവരാജ്യത്തിന് വേണ്ടി ത്യാഗം സഹിച്ച, ദൈവത്തിന്റെ ഭക്തതയ്ക്ക് വേണ്ടി വാർത്തിരിക്കപ്പെട്ട ഒരു ദൈവമൈതലിനോട് ഇന്ന് രാത്രി പറയുന്നു, നിന്റെ ആരാധന, നിന്റെ യാഗപീഠം അത് ദൈവ പ്രവൃത്തിയുടെ ദൈവപ്രസാദമായി അത് തീരുമ്പോൾ അതൊരു കരുതലിന്റെ യാഗപീഠമായി ഇന്ന് രാത്രി അത് മാറുവാൻ പോകുകയാണ്. ഒന്നാമത്തെ യാഗപീഠം ജയത്തിന്റെ യാഗപീഠമാണെങ്കിൽ രണ്ടാമത്തെ യാഗപീഠം നമ്മൾ കാണുന്നത് കരുതലിന്റെ യാഗപീഠമായിട്ടാണ് നമ്മൾ കാണുന്നത്. 1 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഹല്ലേലൂയ, അതിപ്രധാനമായ ഒരു സംഭവമാണ്. സ്തോത്രം. ശമൂവേലിന്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവം ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. അവിടെയും ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്ന ഇസ്രായേൽ ജനതയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. മിസ്രയീമിൽ അവർ ഒന്നിച്ചുകൂടിയെന്ന് ശത്രു കേട്ടു. ഹല്ലേലൂയ. മിസ്പയിൽ ഇസ്രായേൽ ജനത ഒന്നിച്ചുകൂടിയെന്ന് ശത്രു കേട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എവിടെയും ഐക്യതയുണ്ടോ അവിടെ ആ ഐക്യതയെ തകർക്കുവാൻ ശത്രു തന്ത്രങ്ങൾ മെനയുന്നവനാണ്. ഇവിടെയും ഹല്ലേലൂയ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവർ ഒന്നിച്ചു കൂടിയെന്ന് ഫെലിസ്ത്യർ കേട്ടപ്പോൾ അവർ അടങ്ങിയിരുന്നില്ല. അവർക്ക് നേരെ യുദ്ധത്തിനായി കടന്നു വരുവാനിടയായി. വലിയ പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിൽ ഇസ്രായേൽ ജനത ശമൂവേൽ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അല്ലയോ പ്രവാചക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ. ഹല്ലേലൂയ. ഓ റബാനക ശന്തൽക്കനാ
ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായി പ്ലാറ്റ്ഫോമിലൂടെ ഇടപെടുന്നു. നീ പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുത്, നീ പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുത്. ഇന്ന് രാത്രി ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ചില കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ചില തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ശുശ്രൂഷയുടെ വിശാലതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, മനസ്സാന്തരപ്പെടാത്ത നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുത്. കാരണം നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ വിലയുണ്ട്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ മറുപടി ഉണ്ട്. ഹല്ലേലൂയ. 1 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ ഭാഗം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. 7-ന്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യഹോവ ഉത്തരമരുളി, ശമൂവേൽ ഹോമയാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പടക്കെടുത്തു. എന്നാൽ യഹോവ അന്ന് ഫെലിസ്ത്യരുടെ മേൽ വലിയ ഇടിമുഴക്കി അവരെ പരിഭ്രമിപ്പിച്ചു. ഹല്ലേലൂയ. സ്തോത്രം ദൈവമക്കളെ. ഹല്ലേലൂയ. വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഫെലിസ്ത്യർ ഇസ്രായേൽ ജനതയ്ക്ക് നേരെ പടക്കെടുത്തപ്പോൾ ശമൂവേൽ ചെയ്തത് ഹോമയാഗം കഴിച്ചു. ഹല്ലേലൂയ. ഹോമയാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫെലിസ്ത്യര് ഇസ്രായേൽ ജനതയ്ക്ക് നേരെ കടന്നു വരുവാൻ ഇടയായത്. എന്നാൽ ഹല്ലേലൂയ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തത് മനുഷ്യരല്ല, അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തത് സർവശക്തനായ ദൈവമാണെന്ന് നമുക്ക് ആ വാക്യത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരു കൂടി ഞാൻ പറയുന്നു, നിനക്കും എനിക്കും ഇടപെടാൻ കഴിയാത്ത വിഷയങ്ങൾക്കകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നവനാണ്. എനിക്കും നിങ്ങൾക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത മേഖലകൾക്കകത്ത്, എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയാത്ത ചില മേഖലകൾക്കകത്ത് ഇടപെടുന്നത് സർവശക്തനായ ദൈവമാണ്. നീ ചെയ്യേണ്ട കാര്യം ദൈവപാദപീഠത്തിലിരുന്ന് ചെയ്യാൻ കഴിയുമെങ്കിൽ, ചെയ്യാൻ തുടങ്ങുമെങ്കിൽ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ഫെലിസ്ത്യരുടെ മേൽ ഒരു വലിയ ഇടിമുഴക്കുവാനിടയായി അവരെ പരിഭ്രമിപ്പിച്ചു. അങ്ങനെ അവർ തോറ്റു പോയെന്നാണ് നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ അവിടെ ഒരു വാക്യം എന്നെ വളരെ ചിന്തിപ്പിക്കുവാനിടയായി. ഹല്ലേലൂയ. ശമൂവേലിന്റെ കാലഘട്ടം നമ്മൾ നോക്കിയാൽ ഹല്ലേലൂയ അവൻ ഇങ്ങനെയാണ് അവിടെ വായിക്കുന്നത്, ശമൂവേലിന്റെ കാലത്തൊക്കെയും യഹോവയുടെ കൈ ഫെലിസ്ത്യർക്ക് വിരോധമായിരുന്നു. ഹല്ലേലൂയ. ഒരു പ്രാർത്ഥന മനുഷ്യൻ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നടന്ന ഒരു കാര്യത്തെ ദൈവാത്മാവ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. യഹോവയുടെ കൈ ഫെലിസ്ത്യർക്ക് നേരെ വിരോധമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഫെലിസ്ത്യർക്ക് ചലിക്കാൻ കഴിയാത്ത വിധത്തിൽ ഒരുവന്റെ പ്രാർത്ഥന, ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, ഇസ്രായേൽ ജനതയുടെ വിജയത്തിനു വേണ്ടി ശത്രുവിന്റെ പരാജയത്തിന് വേണ്ടി ഇടുവിനെന്ന് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന പോരാളിയെ നമുക്ക് അധ്യായത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. സഹോദരിമാരെ, നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ മതിയാക്കരുതേ. ഇന്ന് രാത്രി ചിലതിന്റെ ജയം നിന്റെ കയ്യിലാ, ചില കുടുംബങ്ങളുടെ ജയം നിന്റെ കയ്യിലാ, ചില വ്യക്തികളുടെ വിജയം നിന്റെ കയ്യിലാ. എത്ര പേര് ആമേൻ പറഞ്ഞ് ദൂതം ഏറ്റെടുക്കാൻ കഴിയോ? ഇവിടെ നമുക്കൊരു യാഗപീഠം കാണാം, അത് ജയത്തിന്റെ യാഗപീഠമാ. അവിടെ ഒരു യാഗപീഠം പണിത് സ്തോത്രം ഒരു ഭാഗത്ത് ഹോമയാഗം കഴിക്കുമ്പോ ശത്രുവിനെ സ്വർഗത്തിലെ ദൈവം അവിടെ പരാജയപ്പെടുത്തുവാനിടയായി. ഹല്ലേലൂയ. അതിനുശേഷം ശമൂവേൽ പറഞ്ഞൊരു കാര്യമാ, യഹോവ ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു. എന്ന് പേരിടുവാനിടയായി. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, ആത്മാവിന്റെ ചില പദ്ധതികൾ, ചില മേഖലകൾക്കകത്ത് നിങ്ങളുടെ കാൽ മടക്കി യാഗം കഴിക്കുമ്പോൾ, പ്രാർത്ഥന കഴിക്കുമ്പോൾ, നിന്നെ തന്നെ യാഗമായി ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ, ഇന്ന് രാത്രി ആ യാഗത്തിനകത്ത് നിനക്ക് വിരോധമായി നിൽക്കുന്ന ശത്രുവിന്റെ പതിയിരിപ്പുകളെ തകർത്തുകൊണ്ട് ഒരു വലിയ വിജയത്തെ ദൈവം നിന്റെ കയ്യിലേക്ക് കൈമാറാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനതയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ശക്തനായ യഹൂദയിലെ രാജാവായിരുന്നു യഹോശാഫാത്തിന്റെ കാലഘട്ടത്തിൽ 3 ശക്തികൾ, അമ്മോന്യരും മെയൂന്യരും 3 വിധ ജാതികൾ അവന് നേരെ വിരോധമായി ഇസ്രായേലിന് നേരെ കടന്നു വന്നപ്പോഴും രഥത്തിൽ ആശ്രയിക്കാതെ, കുതിരകളിൽ ആശ്രയിക്കാതെ, യോദ്ധാക്കളിൽ ആശ്രയിക്കാതെ അവൻ ദൈവസന്നിധിയിൽ ആശ്രയിക്കുവാനിടയായി. ആ ഭാഗം നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ ഈ പതിയിരിപ്പുകാരെ വരുത്തി അങ്ങനെ ശത്രുവിനെ ദൈവം
പരാജയപ്പെടുത്തിയതായി നമ്മൾ വായിക്കുന്നു. അവൻ അവിടെ ഘോഷാപത്ത് ചെയ്തതും ദൈവസന്നിധിയിലേക്ക് വീണ് കിടന്ന് ഘോഷിക്കുവാനും അവൻ പ്രാർത്ഥിക്കുവാനും തയ്യാറായി. ഇന്ന് രാത്രി ദൈവാത്മാവ് ആലോചനയായി കൈമാറുന്നു. അവൻ പ്രാർത്ഥന വെറുതെ ആകത്തില്ല, ഉപവാസങ്ങൾ വെറുതെ ആകത്തില്ല, കണ്ണുനീരുകൾ വെറുതെ ആകത്തില്ല, നിലവിളികൾ വെറുതെ ആകത്തില്ല. അതിന്റെ എല്ലാം പിന്നില് ഒരു ദൈവത്തിന്റെ മഹത്വത്തെ നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നു. ഞാൻ വേഗത്തിൽ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. പിന്നീട് ഒരു യാഗപീഠം നമുക്ക് കാണാൻ കഴിയുന്നത് ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ ആവനാമെ സ്തോത്രം ശക്തനായ ന്യായാധിപന്മാരിൽ ഒരുവനായ ഗിദെയോൻ സ്വന്തം ആ വ്യക്തിയോനെ നമുക്ക് കാണാൻ കഴിയുന്നു. മെതിക്കളത്തിൽ മെതിക്കേണ്ടത് അവിടെ നിന്ന് ചുമന്നു കൊണ്ടുവന്ന കരിവേലകത്തിന്റെ കീഴിൽ മുന്തിരിച്ചക്കിന്റെ അരികിൽ സ്വന്തം അവകാശം വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് പോർക്കളത്തിൽ മറഞ്ഞു നിന്ന് ശത്രുവിന് വിട്ടുകൊടുക്കാതെ എന്റെ അവകാശത്തെ ഞാൻ ഇവിടെ സൂക്ഷിക്കുമെന്ന് പറഞ്ഞു സ്തോത്രം തനിക്കുള്ളതിനെ മറച്ചു വെച്ച് സ്തോത്രം അത് നേടുവാൻ താൻ ആഗ്രഹിച്ചപ്പോൾ ഫ്രീയിൽ ദൂതൻ ഇറങ്ങി വന്നിട്ട് ഗിദെയോനോട് പറഞ്ഞു, അല്ലയോ പരാക്രമശാലിയെ, അവനെ കോപം നിന്നോട് കൂടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നെ മനസ്സിലാക്കിയ കാര്യം ഞാൻ പറയാം. അവൻ നിന്റെ അവകാശം മാത്രം നേടുക എന്നുള്ളതല്ല ദൈവത്തിന്റെ ലക്ഷ്യം. പിന്നെയോ ഇസ്രായേൽ ജനതയെ മുഴുവൻ വീണ്ടെടുക്കുവാൻ, വിടുവിച്ചെടുക്കുവാൻ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഒരു ദൈവിക നിയോഗം, ഒരു ദൈവത്തിന്റെ പദ്ധതി തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിന്റെ ദൈവം കൊടുത്ത ആദ്യത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് അപ്പന്റെ ബലിപീഠം ഇടിക്കുക എന്നുള്ളതായിരുന്നു. നമുക്കറിയാം പാരമ്പര്യത്തിന്റെയും ആചാരങ്ങളുടെയും അനാചാരങ്ങളുടെയും ഒരു ബലിപീഠത്തെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. എല്ലാ വാക്യങ്ങളും വായിക്കുവാൻ സമയം നമ്മുടെ മുൻപിലില്ല. എങ്കിലും ഞാൻ ഇന്ന് രാത്രി പറഞ്ഞു വേഗത്തിൽ പോകുകയാണ്. അപ്പന്റെ ബലിപീഠം സ്തോത്രം പാരമ്പര്യത്തിന്റെ ഒരു ആരാധന, ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഒരു യാഗപീഠത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്ന സ്വർഗത്തിലെ ദൈവം കൊണ്ട് ആത്മനിർദ്ദേശത്തോടുകൂടി രാത്രിയുടെ യാമങ്ങളിൽ തന്നോടുകൂടെ തന്നെ താൻ 10 പേരെ കൂടെ കൂട്ടി അപ്പന്റെ ബലിപീഠത്തെ അവൻ ഇടിച്ചു നീക്കുവാനിടയാൽ ഒരു ബലിപീഠത്തെ അവിടെ നിന്ന് നീക്കി അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളഞ്ഞു. എന്നിട്ട് ആ സ്ഥാനത്ത് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതതായി നമ്മൾ അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നന്മയ്ക്ക് തടസ്സമായി, വിടുതലിന് തടസ്സമായി, ദൈവപ്രവർത്തിക്ക് തടസ്സമായി പിന്തുടരുന്നതായ ചില പാരമ്പര്യത്തിന്റെ ബലിപീഠങ്ങൾ, പാരമ്പര്യത്തിന്റെ ശക്തികൾ, പാരമ്പര്യത്തിന്റെ ആരാധനകൾ ഇന്ന് രാത്രി അതിനെ ഉടയ്ക്കുവാൻ, അതിനെ ആത്മാവിൽ കൈകാര്യം ചെയ്യുവാൻ എത്ര ആത്മനിയോഗമുള്ള പ്രിയപ്പെട്ടവർ ഇതിനകത്തുണ്ട്. ഇന്ന് രാത്രി ആത്മനിയോഗമുള്ളവർ നിങ്ങളെ തന്നെ ഇന്ന് രാത്രി ഒന്ന് സമർപ്പിച്ചിട്ട് പറ. പിന്തുടരുന്ന ചില അധികാരങ്ങള്, പാരമ്പര്യമായി പിന്തുടരുന്ന ചില ആചാരങ്ങൾ, പാരമ്പര്യമായി പിന്തുടരുന്ന ചില പൈശാചികമായ മണ്ഡലങ്ങളെ ആത്മാവിൽ ഉടയ്ക്കുവാൻ രാത്രിയുടെ യാമങ്ങളിൽ ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയും യാമങ്ങളുടെ ആരംഭത്തിലാണല്ലോ. നിശ്ചയമായി ഞാൻ വിശ്വസിക്കുന്നു, യാമങ്ങളുടെ ആരംഭങ്ങളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പോരാടുവാൻ ഞാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ ഇടിയേണ്ടതിനെ ഇടിക്കുവാൻ, തകർക്കേണ്ടതിനെ തകർക്കുവാൻ, പണിയേണ്ട മേഖലകളെ പണിയുവാൻ, യഹോവയുടെ നാമത്തിലുള്ള യാഗപീഠങ്ങളെ ക്രമീകരിക്കുവാൻ ഒരു ഗിദെയോനെ ദൈവാത്മാവ് തിരഞ്ഞെടുത്തതുപോലെ ഇന്ന് രാത്രി ദൈവം ചിലതിനെ ഇതിനകത്തുനിന്ന് വേർതിരിക്കുന്ന ദൈവമത്രേ. നോക്കണേ, ഒരു ഭാഗത്ത് പാരമ്പര്യത്തിന്റെ ബലിപീഠങ്ങൾ ഇടിഞ്ഞപ്പോൾ പാരമ്പര്യത്തിന്റെ ആരാധനകൾ തകർന്നു. അകത്തൊരു വിടുതലുണ്ടായി, അകത്തൊരു ദൈവപ്രവൃത്തി ഉണ്ടായി. കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ നരങ്ങു വാഴുന്ന ചില ശത്രുവിന്റെ അധികാരങ്ങൾ അകത്തളങ്ങളിൽ നിന്ന് അത് ഉയരണം, തകരണം. ഹല്ലേലൂയ. അകത്തളങ്ങൾ നിനക്കെതിരെ കൊമ്പ് കോർക്കുന്ന, അകത്തളങ്ങളിൽ നിനക്കെതിരെ ആരാധനക്കെതിരെ വെല്ലുവിളിക്കുന്ന, പ്രാർത്ഥനാ ജീവിതത്തിനെതിരെ പോരാടിക്കൊണ്ട് കടന്നു വരുന്ന, ഹൃദയത്തിന് മുറിവേൽപ്പിക്കുന്ന ചില ജനീയ ആധിപത്യ ശക്തികൾ, ചില പാരമ്പര്യത്തിന്റെ ബലിപീഠങ്ങൾ ഇന്ന് രാത്രി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അധികാരത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതത് ഇടിഞ്ഞു മാറട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വേഗത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഹല്ലേലൂയ. അപ്പന്റെ ബലിപീഠങ്ങൾ തകർന്നു. അകത്ത് ചില വിടുതലുകൾ ആരംഭിച്ചു. അകത്തൊരു യാഗപീഠം ക്രമീകരിക്കപ്പെട്ടു. ഒരു യാഗപീഠം, അപ്പന്റെ ബലിപീഠമാകുന്ന യാഗപീഠത്തെ പൂർണ്ണമായി തുടച്ചു നീക്കിക്കൊണ്ട് മറു സൈഡിൽ സ്തോത്ര ദൈവത്തിലെ യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠത്തെ ക്രമീകരിക്കുവാൻ ഗിദെയോൻ തയ്യാറായപ്പോൾ ശക്തമായ വെല്ലുവിളികളും ശക്തമായ എതിരുകളും ഒക്കെ കടന്നു വന്നെങ്കിലും പരാജയപ്പെടാൻ ഒരിക്കലും ദൈവം ഗിദെയോനെ സമ്മതിച്ചില്ല. നമുക്കറിയാം, ഇസ്രായേലിന്റെ വെല്ലുവിളിയായ ആ കാലഘട്ടം
കാലഘട്ടങ്ങളിൽ എഴുന്നേറ്റ് നിന്നതായ ശക്തി, അത്ര വിദ്യാലയ ശക്തി. അവൻ ആദവർഷങ്ങളിൽ ഇസ്രായേൽ ജനരെ അനുഭവിക്കുന്ന നന്മ. ഹല്ലേലൂയ. അവൻ വിതയ്ക്കുന്നതല്ലാതെ കൊയ്യുവാൻ കഴിയാതെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അവൻ വിതയുടെ കാലഘട്ടമാകുമ്പോൾ ഇസ്രായേലിന് വിരോധമായി ഇവർ കടന്നു വരികയും ഇവരെ ഭയപ്പെടുത്തുകയും ഗുഹകളിലും ദുർഗങ്ങളിലും ഇവരെ ആക്കി ഇവർ ഭയന്ന് ഒളിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഇസ്രായേലിന്റെ ചരിത്രത്തിലുണ്ട്. എന്നാൽ തിരുവചനം പഠിക്കുമ്പോൾ കാലഘട്ടങ്ങള് തിരിച്ചു പിടിക്കുവാൻ, ആ കാലഘട്ടങ്ങളെ മടക്കിക്കൊണ്ടുവരാൻ അതേപോലെ ഒരു ഗിദെയോനെ അവൻ ആത്മാവിന്റെ അധികാരത്തോടുകൂടെ ഭവനത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കുവാനിടയായി. അവൻ അകത്ത് ചില അധികാരങ്ങൾ പ്രാപിച്ച എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്. അവൻ അകത്ത് ചിലതിനെ തകർക്കാൻ ഞാനും നിങ്ങളും തയ്യാറാണെങ്കിൽ, അകത്ത് ചില ബലിപീഠങ്ങളെ ഇടിക്കാൻ, ചില പ്രാകൃത സ്വഭാവങ്ങളെ, ചില ജഡീക സ്വഭാവങ്ങളെ ഇന്ന് രാത്രി അകത്തുടയ്ക്കാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് രാത്രി എന്നോട് ദൈവാത്മാവ് ഇടപെടുന്നു. ഉള്ളുകൊള്ളുന്നത് പോലെ അവനെ വേദനിപ്പിക്കുന്ന ചില മാനുഷിക വെല്ലുവിളികൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അതിനെ ആത്മാവ് കൈകാര്യം ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അകത്തൊരു അധികാരം ഞാനും നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ, വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ അകത്ത് ജയം പ്രാപിച്ചവൻ പുറത്ത് പരാജയപ്പെടാൻ ഒരിക്കലും ദൈവം അനുവദിക്കത്തില്ല. ഒന്നുകൂടെ പറയുന്നു, അകത്ത് ജയിച്ചവൻ പുറത്ത് പരാജയപ്പെടത്തില്ല. അകത്ത് ജയിച്ചവൻ, ഹല്ലേലൂയ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. അകത്തു നീ പ്രാർത്ഥനയിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ, അകത്തു നീ ആരാധനയിൽ ചിലതിനെ മറികടന്നിട്ടുണ്ടെങ്കിൽ, ചില ശത്രുവിന്റെ വെല്ലുവിളികളെ അകത്തു നീ പരാജയപ്പെടുത്തിയ വ്യക്തിയാണെങ്കിൽ, നീ കാണുന്ന പുറത്തു കാണുന്ന ചില വെല്ലുവിളികളെ നിന്നിലൂടെ പരാജയപ്പെടുത്താൻ ദൈവം നിന്നെ അധികാരിയാക്കാൻ പോകുകയാ. ദൈവം നിനക്ക് അധികാരം തരാൻ പോകുകയാ. ദൈവം നിനക്ക് അഭിഷേകം കൈമാറാൻ പോകുകയാണ്. അകത്ത് ചിലരിക്കുവാൻ അധികാരം കൊടുത്ത് ദൈവകൃപ കൊടുത്ത് ഗിദെയോനെ എഴുന്നേൽപ്പിച്ചപ്പോ തിരുവചനത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്, പുറത്ത് ദീർഘവർഷങ്ങൾ വെല്ലുവിളി നടത്തിയതായ വിദ്യാലയ ശക്തിയെ പരാജയപ്പെടുത്താൻ 301 ഹല്ലേലൂയ. അവൻ ഒരു കയ്യിൽ കുടവും കുന്തത്തിലൊരു ൊരു ബന്ധവും ഒരു കയ്യിൽ കാരണവുമായി അതര വിദ്യാലയ പാളയത്തിലേക്ക് അവർ ഇറങ്ങി ചെല്ലുകയാ. ആ വചനം നമ്മൾ വായിച്ചാൽ അവൻ അതിന് മുൻപ് കണ്ടത് അവൻ ഉരുണ്ടുവരുന്ന രവത്തപ്പമാണ്. അവർ കണ്ടത് രവത്തപ്പമാണെങ്കിൽ ഗിദെയോന്റെ വാളാൽ വചനമായി ചെന്നു കയറുവാനിടയാൽ വിദ്യാലയ പാളയത്തെ മറിച്ചു കളയത്തക്ക നിലകളിൽ ഇന്നലകളിൽ ശക്തമായി നിന്നെ കൊണ്ട് അനുഭവിപ്പിക്കത്തില്ല. നിന്റെ തലമുറയുടെ അനുഭവിപ്പിക്കത്തില്ല. നിന്റെ അവകാശത്തിനകത്ത് നിന്നെ നിർത്തത്തില്ല. നിന്റെ ശുശ്രൂഷയിൽ നിന്നെ ശോഭിക്കാൻ അനുവദിക്കത്തില്ല എന്ന് വാദി നടത്തുന്ന വൈശാഖിക മണ്ഡലങ്ങളെ ഇന്ന് രാത്രി തകർക്കുവാൻ ആത്മാവിന്റെ അധികാരവുമായി ഒരു ഗിദെയോൻ എഴുന്നേറ്റതുപോലെ പ്രാർത്ഥന മുറിക്കകത്ത് ഇന്ന് രാത്രി ഒന്ന് എഴുന്നേൽക്കാൻ തയ്യാറാകട്ടെ. ഇന്ന് രാത്രി ദൈവ സന്നിധാനത്തിലേക്ക് അവനൊന്ന് സമർപ്പിച്ചുകൊണ്ട് കലർത്തല പ്രിയപ്പെട്ടവർ തയ്യാറുണ്ട്. ദൈവത്തോട് പറ, എനിക്ക് കഴിവില്ല, എനിക്ക് യോഗ്യതയില്ല. മോശെ എങ്ങനെ പറഞ്ഞു, ഗിദെയോൻ അങ്ങനെ പറഞ്ഞു. ഹല്ലേലൂയ. യിരെമ്യാവ് അങ്ങനെ പറഞ്ഞ ആളാണ്. എന്നാൽ കഴിവില്ലാത്തവരെ കൊണ്ട്, യോഗ്യതയില്ലെന്ന് പറഞ്ഞവരെ കൊണ്ട് അവൻ ഒരാളെ കഴിഞ്ഞൂടെ വാർപ്പുറപ്പിച്ച ദൈവം ഇന്ന് രാത്രി ദൈവമേ, നീ ഒരായുധമായി ദൈവത്തിനൊന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ. ആത്മാവ് നിന്നിലൂടെ വൻ കാര്യങ്ങളെ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അധികാരത്തോട് ഒരുവൻ എഴുന്നേറ്റപ്പോൾ ചേരേണ്ടതിനെ ദൈവം ചേർത്ത് നിർത്തി. വൻകിട ശക്തി എന്ന് പറഞ്ഞ വിദ്യാലയ പാളയത്തെ ദൈവാത്മാവ് കാലടിയാക്കിയെങ്കിൽ ഇന്ന് രാത്രി അതവൻ ഏത് വെല്ലുവിളിയുമായിക്കോട്ടെ, ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുക. ഒരു ജയത്തിന്റെ കൊടി ഇന്ന് രാത്രി ഉയരട്ടെ. കർമ്മേലിന്റെ കൊടുമുടിയിൽ ഉയർന്നതും പ്രാർത്ഥനയുടെ ഒരു പ്രാർത്ഥനയുടെ ഉയർന്നപ്പോൾ തീയിറക്കിക്കൊണ്ട് വാലിന്റെയും അശേരിയുടെയും പ്രവാചക ശക്തികളെ തോൽപ്പിച്ച് പരാജയപ്പെടുത്തി തീയിറക്കി കാണിച്ചുകൊണ്ട് ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തിയ ദൈവം ഇന്ന് രാത്രി പ്ലാറ്റ്ഫോമിലൂടെ ജനത്തോട് ഞാൻ കൈമാറുന്നു. നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും നിങ്ങൾ ഇരിക്കുന്നിടത്ത് ആത്മാവിൽ പോരാടാൻ, ആത്മാവിൽ യുദ്ധം ചെയ്യാൻ, ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ, ആ കർമ്മേലിന്റെ കുടുംബി പോലെ നിന്റെ കൂടാരത്തിന്റെ അകത്തളത്തിൽ നീ ആയിരിക്കുന്ന റൂമിനകത്ത് നീ പ്രാർത്ഥിക്കുന്ന ഏത് സാഹചര്യം, ഏത് അവസ്ഥ
അനുഗ്രഹീതമാകട്ടെ. അവിടെ ദൈവത്തിന്റെ ചില മഹത്വത്തെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കാൻ പോകുക. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ട് ഈ വചനത്തിന്റെ മുമ്പിൽ അമ്മയൊന്ന് സമർപ്പിച്ചാട്ട് വെല്ലുവിളികളുടെ നടുവിൽ നിൽക്കുന്ന ആമേൻ ഇസ്രായേൽ ജനതയുടെ വിമോചനത്തിന് വേണ്ടി ഉയർത്തപ്പെട്ട ഒരു കരം മോശയുടെ കരമാണ്. പ്രാർത്ഥനയുടെ കരം. ആമേൻ യാഗം. ഹല്ലേലൂയ. ആമേൻ പ്രാർത്ഥനയുടെ വിടുതൽ. ആമേൻ അജയം. ആമേൻ തന്റെ പ്രാർത്ഥനാ മനുഷ്യരായ അനേക പ്രിയപ്പെട്ടവരെ വചനത്തിലൂടെ വിരൽ ചൂണ്ടാനുണ്ടെങ്കിലും ഇന്ന് രാത്രി ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കുകയാ. എന്നെ ഒന്ന് ഒരുക്കണമേ കർത്താവേ. എന്റെ സ്വന്തം കുടുംബത്തെ നേടാൻ, എന്റെ ദേശത്തെ നേടാൻ, എന്റെ പ്രിയപ്പെട്ടവരെ നേടാൻ. അതരവനകടകശിയ ഓ ശമൂവേൽ പറഞ്ഞതുപോലെ, ശമൂവേലിനോട് പറഞ്ഞതുപോലെ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ. ഈ ദൂത ദൈവാത്മാവിൽ കൈമാറുന്നു. അവൻ പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ. അവൻ ചിലതിന്റെ വിടുതൽ നിന്നിലൂടെയാ. അവൻ ചിലതിന്റെ മടങ്ങി വരവ് നിന്നിലൂടെയാ. അവൻ ചിലതിന്റെ വാഗ്ദത്തം നിന്നിലൂടെയാ. പ്രാർത്ഥന മനുഷ്യരാ ഇന്ന് രാത്രി അവൻ എഴുന്നേൽക്കാൻ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഒന്ന് വിധേയപ്പെടുത്താം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഈ സൂമിലൂടെ തിരുനാമത്തെ ഉയർത്തുവാൻ ദൈവം തന്റെ ഭാഗ്യത്തിനായി നന്ദി പറയുന്നു. വിശേഷാൽ ഇതിൽ ജോയിൻ ചെയ്ത് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട ജനത്തെ ദൈവാത്മാവ് അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ ദൈവ പ്രവൃത്തി നിന്റെ മക്കൾ ഏത് രാജ്യത്തെ ഏത് കോണിലാണെങ്കിലും ഹല്ലേലൂയ പ്രാർത്ഥനാ വീരരായി അവനെ അനേക പ്രിയപ്പെട്ടവർ ഈ മീറ്റിംഗിലേക്ക് ജോയിൻ ചെയ്ത് വരട്ടെ. അതരവനകിടക ശക്തമായ ഒരു പ്രാർത്ഥനാ പോരാളികളായി ഒരു സെബൂലിനെ പോലെ ഒരു നഫ്താലിയെ പോലെ അവനെ ചേർന്ന് നിൽക്കേണ്ട ദെബോരയോട് ചേർന്ന് നിൽക്കാൻ ഓരവനകട പോർക്കളത്തിൽ നിൽക്കാൻ അതരവന ദൈവം ചിലതിനെ ചേർത്ത് പണിയാൻ പോകുന്നതിനാൽ ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവ്. അവന് കോർഡിനേറ്റ് ചെയ്ത വാത്സല്യ സഹോദരിയെ അവനെ ആത്മാവിന്റെ അധികാരത്തോടു കൂടി ഒന്ന് എഴുന്നേൽപ്പിക്കാൻ പോകുന്നതിനാൽ ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. പ്രാർത്ഥന കേട്ട ദൈവങ്ങളുടെ ജനത്തിന് വലിയ ജയം നൽകിയതിനാൽ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് അവസരം തന്ന വാത്സല്യ സിസ്റ്ററിനോട് കുടുംബത്തോട് ഈ സുമിലെ എല്ലാ പ്രിയപ്പെട്ട നന്ദി പറഞ്ഞുകൊണ്ടല്ലോ വാക്കുകളെ ഇവിടെ ഞാൻ ഉപസംഹരിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.